പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ വലിയൊരു മഹത്വം ഈ പ്രഭാതത്തിൽ ദൈവം നമുക്ക് ഒരുക്കി തരികയാണ്. ദൈവത്തിൽ പ്രത്യാശ വെക്കുക. അഭിഷേകം അന്നെ എന്ന ഈ വചന സന്ദേശം ദൈവപ്രത്യാശയ്ക്ക് വലിയ പ്രാധാന്യം കൊടുക്കുവാൻ വേണ്ടി ദൈവം ആഗ്രഹിക്കുക. സങ്കീർത്തന പുസ്തകം 42 അധ്യായത്തിന്റെ 11 വചനം, എന്റെ ആത്മാവെ നീ വിഷാദിച്ച് ഉള്ളിൽ ഞെരങ്ങുന്നതെന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക, അവൻ എന്റെ മുഖപ്രകാശ രക്ഷയും എന്റെ ദൈവമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. ഇവിടെ തിരുവെഴുത്ത് ഓർമ്മപ്പെടുത്തുക, എന്റെ ആത്മാവെ നീ വിഷാദിച്ച് ഉള്ളിൽ ഞെരങ്ങുന്നത് എന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. ദൈവത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? പ്രത്യാശ വയ്ക്കണം. എന്റെ മുഖപ്രകാശ രക്ഷയും എന്റെ ദൈവമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും എപ്പോഴും അവനെ സ്തുതിക്കുന്ന ഒരു സ്തുതിയുടെ അനുഭവത്തിലേക്ക് എന്നെ ദൈവം കൂട്ടിക്കൊണ്ടുവരിക. ഇന്നത്തെ ലോകത്ത് രണ്ടായി നമുക്ക് തിരിക്കാം. ദൈവത്തിൽ പ്രത്യാശയുള്ളവരും ഇല്ലാത്തവരും. ഇന്നത്തെ ലോകത്ത് നമുക്ക് കാണാൻ കഴിയും, ദൈവമില്ല എന്ന് ആരാ പറയുന്നത്? മൂഢൻ പറയും. പ്രാർത്ഥിച്ചാൽ കിട്ടുമെന്ന് വിശ്വസിക്കുന്നവൻ പറയും. പ്രാർത്ഥിച്ചാൽ മറുപടിയില്ല എന്ന് പ്രാർത്ഥിച്ചിട്ട് കിട്ടാത്ത മനുഷ്യൻ പറയും. പലവിധ പ്രയാസങ്ങളുടെ നടുവിൽ കടന്നു പോകുമ്പോഴും പ്രത്യാശയുള്ള ഒരു ജീവിതം നമുക്കുണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ പ്രത്യാശ എവിടെയാണ്? ദൈവത്തിലാണ്. ദൈവത്തിലാണ് പ്രത്യാശയെങ്കിൽ ഈ ലോകത്തിൽ നമുക്ക് ഏറിയാൽ 70 അല്ലെങ്കിൽ 80 വർഷം, അത് കഴിഞ്ഞ് 100 110 വർഷം നമ്മൾ ജീവിച്ചേക്കാന്നേ. നമ്മൾ എങ്ങോട്ടാ പോകേണ്ടത്? കർത്താവായ യേശുവിന്റെ കൂടെ നിത്യതയിലേക്ക് എത്താൻ വേണ്ടിയാണ് നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും ആഗ്രഹവും ഒരുക്കവും. അതിനുള്ള പ്രത്യാശയാണ് നമ്മൾ വെക്കുന്നത്. പ്രത്യാശ നിങ്ങളെ നിരാശരാക്കുകയില്ല. നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെയാണ് ദൈവസ്നേഹവും കൃപയും നമ്മുടെ മേൽ പകർന്നത്. നിരാശയിലേക്ക് നയിക്കപ്പെടാതെ വിധം ബലമുള്ള ദൈവകൃപയുടെ ആഴത്തിലേക്ക് പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു ആത്മീയ അന്തരീക്ഷം നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ അനുഭവപ്പെടാൻ ദൈവം ഇടയാക്കും. ഒരു ശാരീരിക വേദനയുടെ നടുവിൽ ഇപ്പോൾ എൻ്റെ മുന്നോട്ടുള്ള വഴികളെല്ലാം അടഞ്ഞു എന്ന് പ്രത്യാശയില്ലാത്ത ഒരു അന്തരീക്ഷത്തിന്റെ നടുവിൽ വേദനകളെ മാറ്റി കർത്താവ് പറയാണ്, നീ പ്രത്യാശയുള്ള ദൈവമകനായി മുന്നോട്ട് പോകാൻ കർത്താവ് പറയുന്നത്. നിരാശ തരുവാൻ പിശാച് ഭയങ്കര തന്ത്രശാലിയാണ്. നിന്നെ കൊണ്ട് കഴിയില്ല, നിനക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പിശാചിന്റെ അല്ലെങ്കിൽ തിന്മയുടെ തോന്നലിന്റെ നടുവിൽ നമ്മൾ പരാജയപ്പെടാതെ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന, എന്നെ നടത്തുന്ന ഒരു കർത്താവിന്റെ വഴിയെ നമ്മൾ കാണണം. നമുക്ക് നിത്യതയോളമുള്ള ഒരു ജീവിതമാണ് ദൈവം ഒരുക്കിയത്. 10 കന്യകമാരിൽ 5 പേർ വിവേകമതികളും 5 പേർ വിവേകശൂന്യകളുമാണ്. ബുദ്ധിമാരും ബുദ്ധിയില്ലാത്തവരുമാണ്. അവിടെ ഒരു പ്രത്യേകതയുണ്ട് പ്രിയമുള്ളവര്. ബുദ്ധിയുള്ളവർ എണ്ണ കരുതി അവർക്ക് പ്രത്യാശയുണ്ട്. അവർക്ക് മണവാളന്റെ കൂടെ മണിയറയിൽ ഒന്നിച്ച് പോകണം, കർത്താവിനോടുകൂടെ എടുക്കപ്പെടണമെന്ന് കരുതലുള്ളവൻ കരുതലോടുകൂടെ തന്റെ ആത്മീയ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും. ഇല്ലാത്തവൻ പ്രാർത്ഥിക്കാൻ പോകും, ആരാധനയ്ക്ക് പോകും, പ്രാർത്ഥന കൂടും, ജീവിതമില്ല, വിശുദ്ധിയില്ല, സാക്ഷ്യമില്ല, ദൈവമായിട്ടുള്ള വ്യക്തിപരമായ ഒരു കൂട്ടായ്മയില്ല. കർത്താവ് വരുമ്പോഴോ അവൻ എണ്ണയില്ല. കർത്താവിന്റെ കൂടെ കടന്നു പോകാൻ കഴിയാതെ തള്ളപ്പെട്ടു പോകും. പ്രത്യാശയുള്ള ഒരു ജീവിതം ദൈവം നൽകിയിരിക്കുന്നു. നിരാശരാക്കാത്ത ഒരു ദൈവ പൈതലാക്കിയിട്ടാണ് ദൈവം മാറ്റുന്നത്. ഈ ദൈവകൃപയിലേക്ക് നമുക്കൊന്ന് ചേർന്ന് നിൽക്കാം.
ഈ പ്രഭാതം നമ്മളെ ബലപ്പെടുത്തിയവന്റെ സന്നിധിയിൽ നമ്മളെ ഹൃദയം ഒന്നൊരുക്കാം. ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക എന്ന ചിന്ത നമ്മുടെ ഹൃദയത്തിൽ ആഴത്തിൽ വെളിപ്പെടട്ടെ. വേറെ ആരിനും പ്രത്യാശ വേണ്ട. ഏതാവശ്യം വന്നാലും അവന്റെ മുമ്പിൽ കരം നീട്ടുക, മുട്ടുമേൽ നിൽക്കുക, പ്രാർത്ഥിക്കുക. കർത്താവ് ഇടപെടുന്ന നമുക്ക് അനുഭവിക്കാൻ കഴിയും. കർത്താവേ, നിന്റെ ശക്തിയേറിയ കരം വയ്ക്കണം, അത്ഭുതത്തിന്റെ കരം വയ്ക്കണം, വിടുവിക്കുന്ന കരം വയ്ക്കണം, അനുഗ്രഹിക്കുന്ന കരം വയ്ക്കണം. എന്റെ മധ്യേ കടന്ന് എന്നെ അനുഗ്രഹിക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.